ഹേ സിനിഫാൾസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ജനനായകൻ എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ വിധി ഇന്നേ ദിവസം രാവിലെ 10:30 വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു വിധി തന്നെ ആവട്ടെ. സിനിമ എത്രയും പെട്ടെന്ന് തന്നെ റിലീസാവട്ടെ. ഇന്നലെ രാവിലെ 10:10 വന്ന അപ്ഡേറ്റാണ് ഈ കാണുന്ന പോസ്റ്റർ. പിന്നെ റിലീസ് തീയതിയും വന്നിട്ടുണ്ട്. എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് സിനിമ പാട്രിയോട്ട് എന്ന സിനിമ ഈ വരുന്ന ഏപ്രിൽ 23 റിലീസ് ചെയ്യുന്നത്. ആ ഡേറ്റ് അവർ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് ടീസർ അപ്ഡേറ്റ്സുകളൊന്നും യാതൊരു ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്താ ഈ കാണുന്ന ഗംഭീര പോസ്റ്ററാണ് റിലീസ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്നലെ നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത പടമായ L367 എന്ന സിനിമയുടെ അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. ഈ കാണുന്നതാണ് ആ പോസ്റ്റർ. വിഷ്ണു മോഹനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഗോകുലം ഗോപാലാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ഗംഗ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് സിനിമ വരുന്നത്. അപ്പോൾ എന്തായാലും സിനിമ നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. ഇന്നലെ നടന്ന പ്രസ് മീറ്റിൽ നമ്മുടെ ലോകേഷ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ അല്ലു അർജുൻ്റെ ഒപ്പമുള്ള പടം കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ചെയ്യുന്നത് LCU ചിത്രങ്ങളിലേക്കാണ്. അതായത് നമ്മുടെ കൈദി 2, വിക്രം 2, റോളസ് സ്റ്റാൻഡ് അലോൺ മൂവി അതാണ് ഇനി ചെയ്യാൻ പോണത്. LCU അങ്ങനെ വീണ്ടും ഓപ്പൺ ചെയ്യാൻ പോണു. അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ പൈസ കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ കൈദി 2 നടക്കാത്തത്. അതൊക്കെ തെറ്റാണെന്ന് ആണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും എന്ന് ഉറപ്പാണ് നമുക്കൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അല്ലു അർജുൻ പടം കഴിഞ്ഞിട്ട് കൈദി തുടങ്ങുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതിനു മുന്നേ അദ്ദേഹം കൈദി 2 എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇനി വാക്കുകൾ മാറ്റി പറയുമെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ് എന്നിവർ അഭിനയിച്ച അതിരടി എന്ന സിനിമ അങ്ങനെ പാക്കപ്പ് ആയിട്ടുണ്ട്. സിനിമ ഒരു 100% ക്യാമ്പസ് ചിത്രം തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും സിനിമയുടെ മറ്റ് അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നലെ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ ഒരു പുതിയ സിനിമയുടെ ഒരു ഗ്ലിംസ് വന്നായിരുന്നു. റാവുഡി സിനിമ ഒരു തമിഴ് ചിത്രമാണ്. നമ്മുടെ ബേസിൽ ജോസഫും പിന്നെ LK അക്ഷയ് കുമാറാണ് മെയിൻ ലീഡായിട്ട് വരുന്നത്. നമ്മുടെ വിഘ്നേഷ് വടിവേലാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വിജയ് ദേവരകൊണ്ടയുടെ പുതിയ സിനിമയുടെ പേര് അങ്ങനെ വന്നിട്ടുണ്ട്. രണബലി എന്ന സിനിമയുടെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. സെപ്റ്റംബർ 11 സിനിമ റിലീസ് ചെയ്യുന്നത്. ഇന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് നമ്മുടെ വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ ഒരു അടുത്തൊരു സോങ് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഹൃദയം ഇത് എഴുതും. അപ്പോൾ എന്തായാലും മറ്റ് OTT അപ്ഡേറ്റ്സിലും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.